Hi students, good morning. Welcome to a dream classroom. Today we are discussing about European classical literature, Unit 3, the war in the Homeric age, Honor versus horror. എന്താണ് ഹോമറിക് ഏജിലുള്ള വാർ യുദ്ധത്തെ പറ്റിയാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത്. എന്താണ് ഹോണർ വേഴ്സസ് ഹൊറർ, ബഹുമാനവും അതായത് യുദ്ധത്തോടുള്ള ഒരു അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരോടുള്ള ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ പേടി, ഹൊറർ. ഇതാണ് കേട്ടോ, ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഈ യൂണിറ്റിൽ നമ്മൾ പറയാൻ പോണ കാര്യങ്ങൾ, ഹോണർ വേഴ്സസ് ഹൊറർ. Simon Weil in her essay told the true hero, the true subject at the center of the Iliad is force. എന്താണ് ഇലിയഡിനെ പറ്റിയിട്ട് സൈമൺ വെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ പറയുന്ന കാര്യമാണ് ദ ട്രൂ ഹീറോ, ദ ട്രൂ സബ്ജക്ട് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ഇലിയഡ് ഈസ് ഫോഴ്സ്. എന്താണ് ദ ട്രൂ ഹീറോ, സത്യമായിട്ടുള്ള ഒരു ഹീറോ, അതേപോലെ ട്രൂ സബ്ജക്റ്റ്, നല്ലൊരു സത്യമായിട്ടുള്ള സബ്ജക്റ്റ്. അതെന്താണ് അറ്റ് ദ സെൻറ്റർ ഓഫ് ഇലിയഡ്. ഇലിയഡിലെ സെൻറ്റർ എന്ന് പറയുന്നത് എന്താന്നാ പറയണത്? ഇലിയഡിലെ സെൻറ്റർ ഫോഴ്സ് ആണ് ഇലിയഡിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. അടുത്ത ഒരു റൈറ്റർ പറയുന്ന കാര്യമാണ്, ലോങ് ഫെലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ പറയുകയാണ്, ഹൂം ദ ഗോഡ്സ് വുഡ് ഡിസ്ട്രോയ് ദ ഫസ്റ്റ് മേക്ക് ദം മാഡ്. എന്താണ് അത്? ഇലിയഡിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. എന്താ? ഹൂം ദ ഗോഡ് വുഡ് ഡിസ്ട്രോയ് ദേ ഫസ്റ്റ് മേക്ക് ദം മാഡ്. എന്താണ്? ഹൂം ദ ഗോഡ് വുഡ് ഡിസ്ട്രോയ്, ആരെയാണോ ഗോഡ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അവരെന്താണ്, ആരാണ് ഗോഡ് ഡിസ്ട്രോയ് എന്ന് വെച്ചാൽ അവര് ദേ ഫസ്റ്റ് മേക്ക് ദം മാഡ്. ദൈവത്തെ ആരാണോ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നത് അവരെ ദൈവം എന്താണ് ആദ്യം മാഡാക്കും. അത് നമുക്ക് എന്താണ് ഇലിയഡിലും അക്കിലസിന്റെ കാര്യത്തിൽ നമുക്ക് വളരെയധികം അക്കിലസിന്റെ ഫ്രണ്ടിനെ വധിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഭ്രാന്തമായ രീതിയിലാണ് അദ്ദേഹം ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ട്രോജൻസിനെയൊക്കെ വധിക്കുന്നത്. അതുകൊണ്ടാണ് ആപ്റ്റ് ഫോർ ഇലിയഡ് എന്ന് പറയാൻ കാരണം കേട്ടോ. ഈ ഒരു കോട്ട് നമുക്ക് നമ്മളെ ഈ ഹോമറിൻ്റെ ഇലിയഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കിൽ എന്താണ് മെയിനായിട്ട് 4 തരത്തിലുള്ള വാറുകൾ കാണാം. ഒരൊറ്റ വാറാണ് ട്രോജൻ വാർ എന്ന് പറയുന്നത്, വാർ ബിറ്റ്വീൻ ട്രോജൻസ് ആൻഡ് ഗ്രീക്സ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്? 4 തരത്തിലുള്ള വാറുകൾ കാണാം. എന്തൊക്കെ? ട്രോജൻസ് ആൻഡ് ഗ്രീക്ക്. ആദ്യം പറഞ്ഞു ട്രോജൻ വാർ എന്ന് പറയുന്നത് ട്രോജൻസും ഗ്രീക്കുകാരും തമ്മിലുള്ള യുദ്ധമാണ്. അതെന്താണ്? പാരീസ് ഹെലനെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. അതുകൊണ്ടുള്ള അതാണ് ആ ട്രോജൻ വാർ ഗ്രീക്കുകാരും ട്രോജൻകാരും തമ്മിൽ യുദ്ധം നടക്കാനുള്ള കാരണം. പിന്നത്തത് വരുന്നത് ആഗമെമ്നൻ ആൻഡ് അക്കിലസ്. അതെന്തിനാണ്? വാർബൂട്ടി ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആഗമെമ്നൻ്റെ വാർബൂട്ടി ആയിട്ടുള്ള ക്രൈസിസിനെ അദ്ദേഹത്തിൻ്റെ ഫാദർ തിരിച്ച് വാങ്ങി. അതിനുശേഷം അക്കിലസിൻ്റെ വാർബൂട്ടി ആയിട്ടുള്ള ബ്രൈസിസിനെ വേണമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഹോണറിനെ വളരെയധികം ബാധിച്ചു. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് അക്കിലസും ആഗമെമ്നനും തമ്മിലൊരു വാർ നടന്നു പറഞ്ഞാൽ അവർ ശരിക്കും യുദ്ധം ചെയ്യല്ല, പക്ഷെ അതൊരു തരത്തിലും വാറാണെന്നാണ് പറയണത്. പിന്നെ വരുന്നത് ഹെക്ടറും പെട്രോക്ലസും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഹെക്ടറും പെട്രോക്ലസും തമ്മിലുള്ള യുദ്ധം. പിന്നെ വരുന്നത് പെട്രോക്ലസിനെ കൊന്നതിന് ശേഷം പിന്നെ അക്കിലസ് വീണ്ടും റീജോയിൻ ചെയ്യാണ് ബാറ്റിൽ ഫീൽഡിൽ. അങ്ങനെ അപ്പോൾ ആ ഒരു ദേഷ്യത്തിന് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. അങ്ങനെ ഹെക്ടറും അക്കിലസും തമ്മിലുള്ള യുദ്ധം. ഇത്രയും 4 യുദ്ധങ്ങളാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. ട്രോജൻസ് ആൻഡ് ഗ്രീക്ക്, ആഗമെമ്നൻ ആൻഡ് അക്കിലസ്, ഹെക്ടർ ആൻഡ് പെട്രോക്ലസ്, ഹെക്ടർ ആൻഡ് അക്കിലസ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ യൂണിറ്റുകളിലൊക്കെ പറഞ്ഞു, കുറേ അധികം ഗോഡ് അല്ലെങ്കിൽ ഗോഡസുകളുടെ അല്ലെങ്കിൽ ദേവതകളുടെ ഇൻ്റർഫിയറൻസ് നമുക്ക് ഈ ടെക്സ്റ്റിൽ കാണാം. കുറേ അധികം ഗോഡ്സുകളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഗോഡുകളെ പറ്റി പറഞ്ഞത് എന്താ? ആഫ്രോഡൈറ്റ്, അഥേന, ഹെറ. ഇതൊക്കെ ആ ഇലിയഡ് എന്ന് പറഞ്ഞ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഗോഡ്സ് ആണ്. ആഫ്രോഡൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോഡസ് ഓഫ് ലവ് ആൻഡ് ബ്യൂട്ടി, പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗോഡസ് ആണ് ആഫ്രോഡൈറ്റ്. അഥേന എന്ന് പറയുന്നത് ഗോഡസ് ഓഫ് വിസ്ഡം ആൻഡ് വാർഫെയർ. വിസ്ഡം എന്ന് പറഞ്ഞാൽ നോളേജിൻ്റെ ഒക്കെ ആ ഒരു ഗോഡസ് ആണ് അഥേന. ഹെറ എന്ന് പറയുന്നത്
ഗോഡസ് ഓഫ് മാരേജ്, കല്യാണം അല്ലെങ്കിൽ വിവാഹത്തിന്റെ ഗോഡസ് ആണ് ആര്? ഹെറ എന്ന് പറഞ്ഞത്. ഇത്തരം ഗോഡുകളാണ് മെയിൻ ആയിട്ട് അതിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. ഇതൊക്കെ പാരീസിന്റെ ഇതാണ്. പാരീസ് ആണ് അധികം ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ഗോഡസിനെ റിലേറ്റഡ് ആയിട്ടുള്ളത് പാരീസ് ആണ് കേട്ടോ. ഇത്രയും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ ഇതെന്ന് പറഞ്ഞത്. നമ്മൾ ഇനി വരുന്ന യൂണിറ്റും ഈ യൂണിറ്റും സെയിം സ്റ്റോറി തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത് കേട്ടോ. ട്രോജൻ റൂട്ട് ബൈ ഗ്രീക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫേമസ് വുഡൻ ഹൗസ്. എന്താണ് ട്രോജൻ റൂട്ട് ബൈ? അതായത് ഗ്രീക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫേമസ് ആയിട്ടുള്ള ഒരു വുഡൻ ഹൗസ് നമുക്ക് ഇലിയഡിൽ കാണാം കേട്ടോ. അല്ലെങ്കിൽ ട്രോജൻ വാറിൽ നമുക്ക് കാണാൻ പറ്റും. അതെന്താണ്? ഗ്രീക്കുകാരുടേതാണ് ആ വുഡൻ ഹൗസ്. ഗ്രീക്കുകാരെ ട്രോജൻസിനെ കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വുഡൻ ഹൗസ്. നമ്മൾ പറഞ്ഞു ഇലിയഡ് എന്ന് പറയുന്നത് 24 ബുക്സ് ആണ്, 24 ബുക്കുകൾ അടങ്ങിയിട്ടുള്ള ഒരു പോയമാണ് എന്ത്? ഇലിയഡ്. 24 ബുക്സ് ഓഫ് ഇലിയഡ് ഫോക്കസ് അല്ല എന്താണ് മെയിൻ ആയിട്ട് ഈ ഒരു 24 ബുക്കുകളിലും ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ആരാണ്? അക്വിലസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ഹീറോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആഗമനനും അതേപോലെ ഹെക്ടറും ഒക്കെ കിങ് ആണെങ്കിൽ കൂടി അക്വിലസ് ആണ് ഇതിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അക്വിലസിനെ ഫോക്കസ് ചെയ്യുന്നത്. അക്വിലസിന്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക്കും ഒക്കെ അധികം തുറന്നു കാണിക്കുന്നത് അക്വിലസിൻ്റെതാണ് ഇലിയഡില്. കോൺഫ്ലിക്റ്റ് ബിഗിൻസ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ബിഗിൻ ചെയ്യുന്നത് എപ്പോഴാണ്? അതായത് മെയിൻ ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ബിഗിൻ ചെയ്യുന്നത് ക്ലാഷ് ഓഫ് 2 സ്ട്രോങ് ഈഗോസ്, അതായത് 2 സ്ട്രോങ് ഈഗോസ് തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ കോൺഫ്ലിക്റ്റ്. അതായത് ഈ ഒരു തർക്കം ബിഗിൻ ചെയ്യാനുള്ള തുടങ്ങാനുള്ള കാരണം ഏതൊക്കെയാണ് ഈ 2 സ്ട്രോങ് ഈഗോസ് എന്ന് പറഞ്ഞത്? ആഗമനും അക്വിലസും ആണ് കേട്ടോ 2 സ്ട്രോങ് ഈഗോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബുക്ക് 14, ബുക്ക് 24 ബുക്കുകളുണ്ട്. അതിൽ ബുക്ക് 40 എന്താണ് പറയുന്നത്? ഹോമർ റിവീൽസ് ദ റിയാലിറ്റി ഓഫ് വാർ. എന്താണ്? ഒരു വാറിന്റെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ റിയാലിറ്റിനെ പറ്റി പറയുന്നതാണ് എന്ത്? ബുക്ക് 14 അദ്ദേഹം മെയിൻ ആയിട്ട് റിവീൽ ചെയ്യുന്ന കാര്യം എന്താണ്? ദ റിയാലിറ്റി ഓഫ് വാർ. വാർ എന്ന് പറഞ്ഞാൽ, യുദ്ധം എന്ന് പറഞ്ഞാൽ 2 കൂട്ടർ തമ്മിലുള്ള 2 എതിർ ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ തമ്മിലുള്ള യുദ്ധത്തിനെയാണ് തർക്കാണ് വാർ എന്ന് പറഞ്ഞത്. എന്താണ്? ബ്ലഡ്, ബ്രൂട്ടാലിറ്റി, ഡെത്ത്, ഇതൊക്കെയാണ് എന്താണ്? റിയാലിറ്റി ഓഫ് വാർ. അതായത് യുദ്ധത്തിന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്താ? ബ്ലഡ്, ക്രൂരത, ഡെത്ത്. ബ്രൂട്ടാലിറ്റി, ക്രൂരത, ഡെത്ത് പറഞ്ഞ മരണം. ഇതാണ് മെയിൻ ആയിട്ട് ദ റിയാലിറ്റി ഓഫ് വാർ. വാറിൽ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ റിയാലിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളായിട്ട് സബ്ജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബ്ലഡ്, ബ്രൂട്ടാലിറ്റി ആൻഡ് ഡെത്ത്. വാർ ഡെപിക്ട്സ് ദ ഇൻഹ്യൂമനിസ്റ്റിക് പിക്ചർ ഓഫ് ദ പീപ്പിൾ. എന്താണ് വാർ? യുദ്ധം എന്തിനാണ് ഡെപിക്ട് ചെയ്യുന്നത്? ദ ഇൻഹ്യൂമനിസ്റ്റിക് പിക്ചർ ഓഫ് പീപ്പിൾ. അതായത് യുദ്ധം എന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷൻസ് അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? യുദ്ധത്തിൽ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർക്ക് 2 കൂട്ടർക്കും എതിർ ടീമുകളെ തോൽപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക, അതിൽ വിജയിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും അവർ യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അത്? ഇൻഹ്യൂമനിസ്റ്റിക് ആണെന്നാണ് പറഞ്ഞത്. അതായത് ഹ്യൂമനിസ്റ്റിക് അല്ല, മനുഷ്യത്വം ഇല്ലാത്തതാണ് എന്ത്? വാർ എന്ന് പറഞ്ഞത്. പിക്ചർ ഓഫ് പീപ്പിൾ, മനുഷ്യരുടെ മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് എന്ത്? വാർന്ന് യുദ്ധത്തിൽ ഡെപിക്ട് ചെയ്യുന്നത്. ഇൻ 1945 നമ്മളെ രാജ്യത്ത് ഹിരോഷിമ ആൻഡ് നാഗസാക്കി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ 2 സംഭവങ്ങൾ ഉണ്ടായി. അതൊക്കെ എന്താണ്? വിറ്റ്നസ് ദ വാർ ട്രാജഡി. ഒരു വാർ ട്രാജഡി ആയിട്ടാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. ഹിരോഷിമ ആൻഡ് നാഗസാക്കി 1945 നടന്ന ഹിരോഷിമയും നാഗസാക്കിയും എന്താണ്? വിറ്റ്നസ്ഡ് ദ വാർ ട്രാജഡി. വാർ ട്രാജഡി വിറ്റ്നസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്ത്? ഹിരോഷിമയും നാഗസാക്കിയും. ആസ്പെക്ട് ഓഫ് വാറിനെ പറ്റിയില്ല, ഇലിയഡിലെ വാർ എന്ന് പറഞ്ഞതിനെ പറ്റിയില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ വാറിനെ പറ്റിയില്ല കുറച്ച് ആസ്പെക്റ്റുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹീറോയിക് ഡീഡ്സ് ആൻഡ് വിന്നിങ് ഹോണർ. എന്താണ് ഹീറോയിക് ഡീഡ്സ്? അതായത് ഹീറോപരമായിട്ടുള്ള ഡീഡ്സുകൾ, അതേപോലെ വിന്നിങ് ഹോണർ ബഹുമതി നേടിയെടുക്കുക എന്നുള്ളത്, വിജയിച്ചെടുക്കുക എന്നുള്ളത്. അതേപോലെ എക്സ്പീരിയൻസിങ് സഫർ ആൻഡ് പെയിൻ, സഫറും ബുദ്ധിമുട്ടുകളും അതേപോലെ വേദനകളും എക്സ്പീരിയൻസ് ചെയ്യുക. ഇതൊക്കെ വാറിന്റെ ആസ്പെക്റ്റുകളാണ് കേട്ടോ. എന്താ? ക്ലാഷ് ഓഫ് ഈഗോസ്, അതാണ് 2 ഈഗോസുകൾ തമ്മിലുള്ള ക്ലാഷസുകൾ. ദ ട്രാജിക് ലോസ് എന്ന് പറഞ്ഞത് ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ കുറേ പേർക്ക്
അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു, അത് ഫാമിലിയൊക്കെ ഒറ്റപ്പെട്ടു പോകുക, അങ്ങനെയുള്ളതാണ് ട്രാജിക് ദുരന്തപരമായിട്ടുള്ള നഷ്ടങ്ങൾ. കറ്റാസ്ട്രോഫിക് റിസൾട്ട്, അതായത് ഒരു ഭൂമിപരമായിട്ടുള്ള കുറേ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ ഒരു യുദ്ധം നടക്കുന്ന ആ ബാറ്റിൽ ഫീൽഡിൽ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. അതിനെയാണ് കറ്റാസ്ട്രോഫിക് റിസൾട്ട്സ് എന്ന് പറയാം. ഫ്യൂട്ടിലിറ്റി ആൻഡ് പോയിന്റ്ലെസ്നെസ് ഓഫ് കോൺഫ്ലിക്റ്റ്, കോൺഫ്ലിക്റ്റിന്റെ എന്താണ് ഫ്യൂട്ടിലിറ്റി, വ്യർത്ഥത. ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, പോയിന്റ്ലെസ്സും ആണ്, വെറുതെ അർദ്ധശൂന്യമാണെന്നാണ് പറയണത്. പറഞ്ഞ് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വെറുതെ യുദ്ധത്തിൽ നടന്നത്, അതാണ് യുദ്ധം നടന്ന് വെറുതെ ജനങ്ങളുടെ എന്താണ് ജീവിതമൊക്കെ വെറുതെ കളയണം. അതാണ് ഫ്യൂട്ടിലിറ്റി ആൻഡ് പോയിന്റ്ലെസ്നെസ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞത്. ദ ടോട്ടൽ ലോസ് ഓഫ് എ പീസ്ഫുൾ വേൾഡ്, എന്താണ് യുദ്ധം എന്ന് പറഞ്ഞത് കുറേ അധികം സമാധാനപരമായി ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ എന്താണ് നഷ്ടങ്ങളാണ്. കുറേ പേർക്ക് അവരവരുടെ ജീവിതം, അവരവരുടെ ആൾക്കാരെ ഒക്കെ നഷ്ടപ്പെടുകയാണ്. പീസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈഫിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാർ എന്ന് പറഞ്ഞത്. ഇത്രയുമാണ് വാറിൻ്റെ, അല്ലെങ്കിൽ ഒരു ഇലിയഡിൽ എന്ന് മാത്രമല്ല, മൊത്തത്തിൽ വാറിൻ്റെ, ഇലിയഡിലും ഇതൊക്കെ തന്നെയാണ് വാറിൻ്റെ ആസ്പെക്റ്റ്. അതേപോലെ മൊത്തത്തിൽ വാറിൻ്റെ ആസ്പെക്റ്റുകളാണ് ഇതൊക്കെ. ഹീറോയിക് ഡീഡ് ആൻഡ് വിന്നിങ് ഹോണർ, എക്സ്പീരിയൻസിങ് സഫർ ആൻഡ് പെയിൻ, ദ ക്ലാഷ് ഓഫ് ഈഗോസ്, the tragic losses, catastrophic results, futility and pointlessness of conflict, and the total loss of a peaceful world. വേൾഡിൻ്റെ തന്നെ പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്തോടുകൂടി, വാറോടുകൂടി. ഇത്രയൊക്കെയാണ് ഈ ഒരു വാറിൻ്റെ ഡിഫറൻസ് ഫാക്റ്റുകൾ എന്ന് പറഞ്ഞാൽ, വാറിൻ്റെ ഫാക്റ്റുകൾ എന്ന് പറഞ്ഞത് ഇത്രയൊക്കെയാണ്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കുറേ റിപ്പീറ്റേഷനാണ് നമ്മളെ കഴിഞ്ഞ യൂണിറ്റിൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളതുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്ക് ഹോണർ വേഴ്സസ് ഹൊറർ, ദ ഇലിയഡ് ആൻഡ് ദ സീക്വൻസ് ഓഫ് ദ എൻഡ്. സീക്വൽസ് ടു ദ എൻഡ്, എന്താണ് ഹോണർ വേഴ്സസ് ഹൊറർ. ഹോണറും ഹൊററും, അതായത് ബഹുമാനവും പേടിയും. ഇതാണ് ഹെഡിങ്ങിൻ്റെ, നമ്മുടെ യൂണിറ്റിലെ ഹെഡിങ്ങിൻ്റെ പേര് തന്നെ ഹോണർ വേഴ്സസ് ഹൊറർ എന്നാണ്. അതായത് ബഹുമാനം വേഴ്സസ് പേടി. ബഹുമാനം, അതേപോലെ യുദ്ധത്തിനോടുള്ള പേടി, യുദ്ധത്തിനുള്ള ബഹുമാനം ഒക്കെയാണ് ഇതിൽ പറയണത്. ദ ഇലിയഡ് ആൻഡ് ദ സീക്വൽസ് ടു ദ എൻഡ്, എന്താണ് ഇതിൽ പറയണത്. ഹോമർ ഡസ് നോട്ട് ഫ്രേസ് വാർ. എന്താണ് ഹോമർ, എന്താണ് വാറിനെ ഫ്രേസ് ചെയ്യുന്നില്ല, അതായത് പ്രശംസിക്കുന്നില്ല. അദ്ദേഹം ഇലിയഡ് എന്ന് പറഞ്ഞ ബുക്കിലെ ട്രോജൻ വാറിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഹോമർ എന്താണ് യുദ്ധത്തെ പ്രശംസിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഹോമറിക് കൾച്ചർ ലേസ് ഓൺ ദ പേഴ്സണൽ ഹോണർ where the preservation of honor is possible only through fighting whether they wins or loss. എന്താണ് ഹോമറിക് കൾച്ചർ, അതായത് ആ ഹോമറിന്റെ കാലഘട്ടത്തിലെ കൾച്ചർ എന്ന് പറഞ്ഞത് എന്താണ്, ലേസ് ഓൺ ദ പേഴ്സണൽ ഹോണർ. അതായത് ഹോമറിക് കൾച്ചർ, ഹോമറിക് സൊസൈറ്റിയിലെ, ഹോമർ നിലനിന്ന ആ ഒരു സൊസൈറ്റിയിലെ ആ ഒരു കാലഘട്ടത്തിലെ എന്താണ് കൾച്ചർ, എന്താണ് ലേസ് ഓൺ പേഴ്സണൽ ഹോണർ, അതായത് വ്യക്തിപരമായിട്ടുള്ള ഒരു ബഹുമാനത്തിലാണ് എന്ത് ഹോമറിക് കൾച്ചർ നിലനിന്ന് പോയിട്ടുള്ളത്. അതെങ്ങനെയാണ്, വേർ ദ പ്രിസർവേഷൻ ഓഫ് ഹോണർ ഈസ് പോസിബിൾ ഓൺലി ത്രൂ ഫൈറ്റിംഗ് വേർ ദേ വിൻ ഓർ ലോസ്. അതായത് എന്താണ് ഫൈറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഹോണർ നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റുള്ളൂ. എങ്ങനെ ഫൈറ്റിങ് വെദർ ദേ വിൻസ് ഓർ ലോ, ഫൈറ്റ് ചെയ്യുക, അതായത് ജയിക്കോ തോൽക്കോ എന്നുള്ളതല്ല, ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഹോണർ ഈസ് പോസിബിൾ ഓൺലി ത്രൂ, അതായത് ഹോണർ എങ്ങനെയാ നമുക്ക് കിട്ടുള്ളൂ, ഏതിലൂടെ കിട്ടുള്ളൂ, ഫൈറ്റ് ചെയ്തിട്ട്, ത്രൂ ഫൈറ്റിങ്ങിലൂടെ മാത്രമേ കിട്ടുള്ളൂ. വെദർ ദേ വിൻ ഓർ ലോസ്, ജയിക്കോ പരാജയിക്കോ എന്നുള്ളതല്ല, ഫൈറ്റിംഗ് ആണ് അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. വാരിയർ ഗെയിൻസ് ഹീറോയിക് നോബിലിറ്റി നോട്ട് ഓൺലി ഇൻ വിക്ടറി ബട്ട് ഓൾസോ ഇൻ ഡെത്ത്. എന്താണ് വാരിയേഴ്സ്, അതായത് യോദ്ധാക്കൾ എങ്ങനെയാണ് ഗെയിൻസ് ഹീറോയിക് നോബിലിറ്റി നോട്ട് ഓൺലി ഇൻ വിക്ടറി ബട്ട് ഓൾസോ ഡെത്ത്. എന്താണ് വാരിയേഴ്സ്, യോദ്ധാക്കൾ എങ്ങനെയാണ് ഹീറോയിക് നോബിലിറ്റി ഗെയിൻ ചെയ്യുന്നത്, കരസ്ഥമാക്കുന്നത്, നോട്ട് ഓൺലി ഇൻ വിക്ടറി ബട്ട് ഓൾസോ ഡെത്ത്. എങ്ങനെയാണ് വിക്ടറിയിൽ മാത്രമല്ല, അതായത് വിജയത്തിൽ മാത്രമല്ല മരണത്തിലും അവർ
ഒരു നോബിലിറ്റി, ഹീറോയിക് നോബിലിറ്റി ഗെയിൻ ചെയ്തെടുക്കുന്നത്. അത് നമ്മളെ ഹെക്ടറിന്റെ ആ ഒരു ക്യാരക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹെക്ടർ ആദ്യം പെട്രോക്ലസിനെ കൊന്നു, പിന്നെ ഹെക്ടറിനെ അക്വിലസ് വധിച്ചു. അക്വിലസ് വധിച്ചെങ്കിലും എങ്ങനെയാണ് ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു ഫ്യൂണറലാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെത്തിലും കൂടെ ആ ഒരു ഹീറോയിക് നോബിലിറ്റി കാണാൻ സാധിക്കും. ഹെക്ടർ വിഷസ് ടു ഹിസ് സൺ ആസ് ട്രോജൻ പ്രിൻസ്. എന്താണ് ഹെക്ടർ മരിച്ചു കഴിഞ്ഞാലും എന്താണ് അദ്ദേഹം വിശ്വസിക്കുന്ന അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകൻ എന്താണ് ട്രോജൻ പ്രിൻസ് ആവണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. ബട്ട് ഹിസ് പ്രേയേഴ്സ് വേർ ഇൻ വെയിൻ. എന്താണ് പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളൊക്കെ എന്താണ് വിഫലമായി എന്നാണ് പറയുന്നത്. ആസ്റ്റനാക്സ് ഈസ് ത്രോൺ ഓഫ് ക്ലിഫ് ആൻഡ് കിൽഡ് ബൈ ദ ഗ്രീക്സ്. എന്താണ് ആസ്റ്റനാക്സ്, അതായത് ഹെക്ടറിന്റെ മകനാണ് ആസ്റ്റനാക്സ്. അദ്ദേഹം അവനെന്താണ് ത്രോൺ ഓഫ് ക്ലിഫ്, ഗ്രീക്കുകാരിലാൽ കൊല്ലപ്പെട്ടിട്ട് ആ ക്ലിഫ് എന്ന് അവര് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഇതോടു കൂടി എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം വിഫലമാവുകയാണ്. നമ്മൾ ഈ ഒരു സെക്ഷനിൽ 3 പ്ലേസ് കാണാം, ഗ്രീക്ക് പ്ലേസ്. അതാണ് ആഗംനൻ ബൈ ആഷിലസ്, ആഷിലസിന്റെ ആഗമൻ എന്ന് പറഞ്ഞ ഒരു പ്ലേ, പിന്നെ അതേപോലെ തന്നെ യൂറിപ്പിഡസിന്റെ 2 പ്ലേസ്, ദ ട്രോജൻ വിമൺ ആൻഡ് ഹെക്യൂബ. ഇതൊക്കെ എന്താണ് ഈ 3 പ്ലേസും പ്രസന്റ് ചെയ്യുന്നത് എന്താണ് ആഫ്റ്റർമാത്ത് ഓഫ് ദ ഗ്രീക്ക് വിക്ടറി, ഗ്രീക്ക് വിക്ടറിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്യുന്നത്. അതായത് ആഗംനൻ ബൈ ആഷിലസ് ആൻഡ് ദ ട്രോജൻ വിമൺ ആൻഡ് ഹെക്യൂബ. ഈ 3 ഗ്രീക്ക് പ്ലേസും എന്താണ് പ്രസന്റ് ചെയ്യുന്നത് ആഫ്റ്റർമാത്ത് ഓഫ് ദ ഗ്രീക്ക് വിക്ടറി. ഗ്രീക്ക് വിക്ടറിനെ പറ്റിയാണ്. ഈ ഗ്രീക്കുകാർ ആ ട്രോജൻ വാറിൽ വിജയിച്ചു, അതിനെ പറ്റിയല്ല, അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ 3 ഗ്രീക്ക് പ്ലേസിലും ആഷിലസും യൂറിപ്പിഡസും പ്രസന്റ് ചെയ്യുന്ന കാര്യങ്ങൾ. വിമൺ ഓഫ് ട്രോയ് വെയർ ഷിപ്ഡ് ടു ഗ്രീസ് ആസ് സ്ലേവ്സ്. എന്താണ് ട്രോജൻകാര് ഗ്രീക്കുകാരോടുള്ള യുദ്ധത്തിൽ തോറ്റു. അതുകൊണ്ട് തന്നെ എന്താണ് കുറെ അധികം ട്രോജൻ യോദ്ധാക്കൾ മരിച്ചു. അപ്പൊ അവരുടെയൊക്കെ ഭാര്യമാരെന്താണ് ആരും ഇല്ലാതായി. അതുകൊണ്ട് തന്നെ എന്താണ് വിമൺ ഓഫ് ട്രോയ്സ് വെർ ഷിപ്ഡ് ടു ഗ്രീസ് ആസ് സ്ലേവ്സ്. എന്താണ് ഗ്രീക്കുകാർ അവരെ സ്ലേവ് അടിമകളായിട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. വിമൺ ഓഫ് ട്രോയിലുള്ള സ്ത്രീകളെ. ആസ്റ്റിനാക്സ് ബ്രൂച്ചലി കിൽഡ്. എന്താണ് ആസ്റ്റിനാക്സിനെ അവര്, അതായത് ഹെക്ടറിന്റെ മകനെ ഗ്രീക്കുകാര് ബ്രൂച്ചൽ വളരെ ക്രൂരമായിട്ട് കൊല്ലുകയുണ്ടായി. ആൻഡ്രോമാഷെ ഹെക്ടേഴ്സ് വൈഫ് ബിക്കം എ സ്ലേവ് along with ഹെക്ടേഴ്സ് മദർ ആഫ്റ്റർ സീയിങ് ഹിസ് സൺ ത്രോ ഡൗൺ. എന്താണ് ആൻഡ്രോമാഷ എന്ന് പറഞ്ഞത് ഹെക്ടറിന്റെ വൈഫാണ്. അവരെ അതേപോലെ തന്നെ അവരും എന്താണ് ബിക്കം എ സ്ലേവ്, ഒരു അടിമയായി മാറി. ഹെക്ടർ മരിച്ചു, അപ്പൊ അവൾക്ക് ആരും ഇല്ലാണ്ടായി, മകനെയും അവർ കൊന്നു, അപ്പം അനാഥയായി. അതുകൊണ്ട് തന്നെ അതെന്താണ് അവര് അവളെയും കൂടി സ്ലേവ് ആക്കി. എലോങ് വിത്ത് ഹെക്ടേഴ്സ് മദർ. എന്താണ് ഹെക്ടറിന്റെ മദറും സ്ലേവ് ആണ്. അവളോട് കൂടി ഹെക്ടറിന്റെ മദറും 2 പേരും സ്ലേവ് ആണ്. അവർക്കൊക്കെ എന്താണ് മകനെ ത്രോ ഡൗൺ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കരമായിട്ട് സങ്കടമാണ്. അതോടുകൂടി എന്താണ് അവർ 2 പേരും സ്ലേവ് ആയി മാറി. 2 പാരലൽസ് നമുക്ക് കാണാം കേട്ടോ അതിൽ. ഇലിയഡിന്റെ സെയിം സ്റ്റോറി അല്ല, ആ ഒരു കില്ലിങ്ങിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. പാരലൽ എന്ന് പറഞ്ഞത് മസാക്രെ ഓഫ് ദ ഇന്നസെന്റ് എന്ന് പറഞ്ഞ ബുക്കിൽ ഡെപ്പിക്ട് ചെയ്യുന്നത് എന്താണ് ദ എക്സിക്യൂഷൻ ഓഫ് ഓൾ യങ് മെയിൽ ജൂയിഷ് ചിൽഡ്രൻ ബൈ ഹെറോഡ് ദ റോമൻ കിങ് ആയിട്ടുള്ള ഹെറോഡ് എല്ലാ മെയിൽ ജൂയിഷ് ചിൽഡ്രൻ, അതായത് ജൂയിഷ് ആൺകുട്ടികളെ എക്സിക്യൂഷൻ ചെയ്യാണ്. അതാണ് എന്ത് ഏത് സ്റ്റോറിയിൽ ഡിപ്പെക്ട് ചെയ്യുന്നത് മസാക്രെ ഓഫ് ഇന്നസെന്റ് എന്ന് പറഞ്ഞ ബുക്കിൽ ഡെപ്പിക്ട് ചെയ്യുന്നത് മെയിൽ ചിൽഡ്രൻ എക്സിക്യൂഷൻ ഓഫ് ഓൾ യങ് മെയിൽ ജൂയിഷ് ചിൽഡ്രൻ ബൈ ഹെറോഡ് റോമൻ കിങ് ആയിട്ടുള്ള ഹെറോഡ് എല്ലാ ആൺകുട്ടികളെ, അതായത് ജൂയിഷ് ആൺകുട്ടികളെ എക്സിക്യൂഷൻ ചെയ്യുന്നത്, അത് വധിക്കുന്നതിനെ പറ്റിയാണ് എന്ത് മസാക്രെ ഓഫ് ഇന്നസെന്റിൽ എന്ന് പറഞ്ഞ ബുക്കിൽ പറഞ്ഞത്. അത് എന്താണ് ഇത് നമ്മളെ ഹെക്ടറുടെ മകനെ കൊല്ലുന്നുണ്ട്, അതിന് പാരലൽ, അതിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പാരലൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ മിത്തോളജിയിലെ ഒരു സ്റ്റോറി ഉണ്ട്, എന്ത് കംസ ദ ടിറന്റ് റൂളർ ഓഫ് മധുര ഹു കിൽസ് ഹിസ് സിസ്റ്റേഴ്സ് സൺ one after one on learning that he will be killed by the 8th son of his sister. എന്താണ് അതേപോലെ ഹെക്ടറിന്റെ മകനെ കൊന്ന പോലെയുള്ള സെയിം പാരലൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഇന്ത്യൻ മിത്തോളജിയിൽ
ഒരു സ്റ്റോറി ഉണ്ട്, കംസന്റെ ഒരു സ്റ്റോറി ഉണ്ട്. കംസന്റെ ഒരു സ്റ്റോറിയിൽ കംസൻ എന്താണ് എല്ലാ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ എല്ലാ മക്കളെയും ഒന്നൊന്നായിട്ട് വധിക്കുകയാണ്. എന്താണ് അതിന് കാരണം? സിസ്റ്ററിന്റെ, അതായത് സഹോദരിയുടെ എട്ടാമത്തെ മകൻ കംസനെ കൊല്ലും എന്ന് പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം ഓരോരോ മക്കളെയും അദ്ദേഹം വധിക്കുകയാണ്. പക്ഷേ കൃഷ്ണനെ വധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇലിയഡ് പ്രസന്റ്സ് ദ യൂഫറിക് ആൻഡ് ട്രാജിക് റിസൾട്ട് ഓഫ് വാർ. എന്താണ് ഇലിയഡ് എന്താണ് പ്രസന്റ് ചെയ്യുന്നത്? യൂഫറിക് ആൻഡ് ട്രാജിക് റിസൾട്ട്സ് ഓഫ് വാർ. വാറിന്റെ ആനന്ദകരവും, യൂഫറിക് എന്ന് പറഞ്ഞാൽ ആനന്ദകരവും സന്തോഷകരവുമായ, പിന്നെ ട്രാജിക് ദുരന്തപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇലിയഡ് പ്രസന്റ് ചെയ്യുന്നത്. ആനന്ദകരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീക്കുകാർ ജയിച്ചു. അതായത് ഇലിയഡില് ഹെക്ടർ പെട്രോക്ലസിനെ കൊന്നു. പെട്രോക്ലസിനെ കൊന്നതിന്റെ ആ ഒരു ആങ്കർ, റിവെഞ്ച് കാരണം അക്കിലസ് നമ്മളെ ഹെക്ടറിനെ വധിക്കണം. അതോടുകൂടി ആ ഗ്രീക്കുകാർക്ക് ട്രോയ്ക്കാരോടുള്ള ആ ഒരു ആധിപത്യം, അവരുടെ വിജയം അവർ നേടിയെടുക്കണം. അതാണ് യൂഫോറിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ട്രാജിക് എന്ന് പറഞ്ഞാൽ ട്രാജിക് എൻഡ് ഓഫ് ഹെക്ടർ, അങ്ങനെ കുറേ അധികം ക്യാരക്ടേഴ്സ് അതിൽ മരിക്കുന്നുണ്ട്. അതാണ് ട്രാജിക് റിസൾട്ട് ഓഫ് വാർ. ഇലിയഡ് പ്രസൻസ് ദ യൂഫോറിക് ആൻഡ് ട്രാജിക് റിസൾട്ട് ഓഫ് വാർ. അതായത് ആനന്ദകരവുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വാറിൽ നമ്മൾ സന്തോഷം പറഞ്ഞാൽ വിജയിക്കുന്ന ആൾക്കാർക്ക് സന്തോഷമാണ്. അതേപോലെ ട്രാജിക് പറഞ്ഞാൽ മരിച്ചു പോയ ആൾക്കാരുടെ കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇലിയഡ് പ്രസന്റ് ചെയ്യുന്നത് എന്താണ്? യൂഫോറിക് ആൻഡ് ട്രാജിക് റിസൾട്ട് ഓഫ് വാർ. അക്കിലസ് refuses to oblige the request to Agamemnon, Menelaus and Odysseus to enter the fray. എന്താണ്? അക്കിലസ് യുദ്ധത്തിൽ ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. പക്ഷെ ആഗംനനും മെനലൗസും ഒഡീസസും ഒക്കെ അവനോട് അക്കിലസിനോട് റിക്വസ്റ്റ് ചെയ്യാണ് എന്തെങ്കിലും ബാറ്റിൽ ഫീൽഡിലേക്ക് എൻട്രി ചെയ്യാൻ, അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യാണ്. പക്ഷെ എന്താണ്? അക്കിലസ് നിരസിക്കുകയാണ്. എന്താണ് അതിന്റെ കാരണം? ഹി തിങ്സ് ഇറ്റ് ഈസ് പോയിന്റ്ലെസ്നെസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ്. എന്താണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇല്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആര്? അക്കിലസ്. And Trojans have neither hurt him personally, nor damaged his crops, not stolen his cattle and horses. എന്താണ്? ഹി തിങ്ക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പോയിന്റ്ലെസ് ആണ്. കാരണം അദ്ദേഹത്തിന് പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നങ്ങളോ ട്രോജൻകാരുമായിട്ടില്ല. നെയ്തർ പേഴ്സണലി ഹേർട്ട് ചെയ്തിട്ടില്ല, വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ ക്രോപ്സിനെ ഡാമേജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കാറ്റിൽ നാൽക്കാലികളെയോ അല്ലെങ്കിൽ കുതിരകളെയോ അവര് ട്രോജൻകാർ സ്റ്റോളൻ ചെയ്ത് കട്ടുകൊണ്ട് പോയിട്ടില്ല. ഇതൊക്കെ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം എന്താണ്? അക്കിലസ് എന്താ വിശ്വസിക്കുന്നത്? ഇറ്റ് ഈസ് പോയിന്റ്ലെസ്നെസ് ഓഫ് ദ കോൺഫ്ലിക്റ്റ്. ഈ യുദ്ധം നടക്കുന്നത് എന്താണ്? അർത്ഥശൂന്യമാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അഗംനന്റെയും മെനലൗസിന്റെയും ഒഡീസസിന്റെയും ഒക്കെ ആ ഒരു റിക്വസ്റ്റ് അദ്ദേഹം നിരസിക്കാൻ കാരണം. പക്ഷെ അദ്ദേഹം കിങ്ങിന്റെ ഓർഡറിനാൽ മാത്രമാണ് ഈ ഒരു യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കാരണം. മാൻസ് ബ്രൂട്ടാലിറ്റി ഓഫ് ഹിസ് ഓൺ arrogance ആൻഡ് tyrannical ambitions ആർ സബ്ജക്റ്റ് ഓഫ് മെനി ക്ലാസിക്കൽ വർക്ക്. എന്താണ്? മനുഷ്യന്മാരുടെ ബ്രൂട്ടാലിറ്റി, അദ്ദേഹത്തിന്റെ സ്വയം അരഗൻസിനും ടിറണിക്കൽ ആയിട്ടുള്ള അംബീഷനും കൂടിയുള്ള ബ്യൂട്ടാലിറ്റി ഒക്കെ എന്താണ്? കുറേ അധികം നമ്മുടെ ക്ലാസിക്കൽ വർക്കിന്റെ എന്താണ്? സബ്ജക്റ്റുകളാണ്. മാൻസ് ബ്രൂട്ടാലിറ്റി ഓഫ് ഹിസ് ഓൺ അരഗൻസ് ആൻഡ് ടിറണിക്. മനുഷ്യൻ അവരവരുടെ തന്നെ അരഗൻസിലും, അതായത് ടിറണിക്കൽ ആയിട്ടുള്ള അംബീഷൻസിനും ഒക്കെ എന്താണ്? അവരുടെ ബ്രൂട്ടാലിറ്റിയാണ് എന്തില്? മെനി ക്ലാസിക്കൽ വർക്ക്സില് സബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. കുറേ അധികം ക്ലാസിക്കൽ വർക്കിലെ സബ്ജക്റ്റിന് ക്രൂരതകൾ നിറഞ്ഞ കാര്യങ്ങളാണെന്നാണ് പറയുന്നത്, അരഗൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ. അക്കിലസ് ആക്ട് ഓഫ് ഡ്രാഗിങ് ഹെക്ടേഴ്സ് ബോഡി. അക്കിലസ് നമ്മുടെ ആ ഒരു ദേഷ്യത്തിന്റെ അതിൽ അദ്ദേഹം ആഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ അക്കിലസ് ഹെക്ടറിനെ കൊന്നിട്ട് തന്റെ രഥത്തിന്റെ മേലെ കെട്ടിയിട്ട് ആ ബാറ്റിൽ ഫീൽഡിലൂടെ ഒക്കെ വലിച്ചയച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് എന്ത്? അമേരിക്കൻസ് ബോഡി അറ്റാച്ച്ഡ് ടു ദ ബാക്ക് ഓഫ് ദ കാർ ആൻഡ് ഡ്രാഗ്ഡ് ത്രൂ ദ ഫലൂജ സ്ട്രീറ്റ്സ്. എന്താണ്? അമേരിക്കൻസും ഇറാഖുകാരും തമ്മിലുള്ള ചെറിയൊരു പ്രശ്നത്തിൽ എന്താണ്? അമേരിക്കക്കാരുടെ ബോഡി
കാറിന്റെ ബാക്കിൽ കെട്ടിയിട്ട് ഫലൂജ എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ കൂടെ വലിച്ചയച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. അതെന്താണ്, നമ്മൾ അക്യുലസിന്റെ ആക്ടിന് സമമാണെന്നാണ് പറയുന്നത്, ഈക്വൽ ആണെന്ന് പറയുന്നത്. അക്യുലസ് ആക്ട് ഓഫ് ഡ്രാഗിങ് ഹെക്ടർസ് ബോഡി ഈസ് ഈക്വൽ ടു ദ അമേരിക്കൻസ് ബോഡി അറ്റാച്ച്ഡ് ടു ദ ബാക്ക് ഓഫ് ദ കാർ ആൻഡ് ഡ്രാഗ്ഡ് ത്രൂ ദ ഫലൂജ സ്ട്രീറ്റ്. വാർ ഷോഡ് ബോത്ത് ഹീറോയിസം ആൻഡ് അനിമൽസം. എന്താണ് വാർ എന്ന് പറഞ്ഞത്, യുദ്ധം എന്ന് പറഞ്ഞത് എന്താണ്, ബോത്ത് ഹീറോയിസം ആൻഡ് അനിമലിസം. വാർ യുദ്ധം എന്ന് പറഞ്ഞത് നമുക്ക് തന്നെ അറിയാം എന്താണ്, ഹീറോയിസം അനിമലിസം ആണ്. വാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ അധികം വാരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ യോദ്ധാക്കളുടെ ഹീറോയിസം നമുക്ക് അതിൽ കാണാൻ കഴിയും. മെയിനായിട്ട് ഹെക്ടറിന്റെ എന്താണ്, ഹെക്ടർ പെട്രോക്ലസിനെ കൊന്നത്. രണ്ടാമത് വരുന്നത് അക്യുലസിന്റെ ഹെക്ടറിനെ കൊന്നിട്ടുള്ള ആ ഒരു ഭാഗങ്ങളൊക്കെ, അതായത് ട്രോജൻകാരെ കുറേ ഒരൊറ്റ വരിയിൽ തന്നെ കുറേ അധികം ട്രോജൻ യോദ്ധാക്കളെ അക്യുലസ് വധിക്കുന്നുണ്ട്. അത് പിന്നെ അതേപോലെ ഒറ്റ ഒരു ഇതിൽ തന്നെ എന്താണ്, ഹെക്ടറിനെ അക്യുലസ് വധിക്കും. ഇതൊക്കെ ഹീറോയിസം എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമുക്കതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. ഹെക്ടറിന്റെ ക്യാരക്ടറും അതേപോലെ അക്യുലസിന്റെ ക്യാരക്ടറും നമ്മൾക്ക് ഹീറോയിസം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് നമുക്ക് കാണിച്ചു തരാം. അനിമലിസം അതേപോലെ തന്നെ ഈക്വൽ ആണ് എന്ത്, അക്യുലസിന്റെ കാര്യം. അക്യുലസ് ഹെക്ടറിനെ വധിക്കുന്നതും അതേപോലെ അവിടെയുള്ള ആ ഒരു തൻ്റെ വഴിയിൽ മുന്നിൽ കണ്ട എല്ലാ ട്രോജൻകാരെയും അക്യുലസ് കൊല്ലുന്നത്. അതൊക്കെ എന്താണ്, അനിമൽസ് മൃഗീയമായ കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ. ഇത്രയാണ് നമ്മുടെ എന്ത് ഹോണർ വേഴ്സസ് ഹൊറർ, ദ ഇലിയഡ് ആൻഡ് ദ സീക്വൽ ടു ദ എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചെറിയ ഒരു ടോപ്പിക്കിലുള്ളത്. കുറേയൊക്കെ നമ്മളെ കഥയുടെ റിപ്പീറ്റേഷൻ ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ യൂണിറ്റിൽ. ഇനി അടുത്തത് നമുക്ക് വരുന്നത് എന്താണ്, റീകൺസിലേഷൻ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതെന്താണ് റീകൺസിലേഷൻ പറഞ്ഞാൽ എന്താണ്, സാങ്കല്പികത എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ദ ഇലിയഡ് വാസ് റിട്ടൺ ഇൻ ദ mid-8th century BC, belonged to the Bronze Age. ഇലിയഡ് എന്താണ്, ഇലിയഡ് എഴുതിയിട്ടുള്ളത് ഏതിലാണ്, mid-8th century BC. 8th century BC-യിൽ 8th സെഞ്ചുറിയിലാണ് എന്ത് ഇലിയഡ് എഴുതിയിട്ടുള്ളത്. ഈ 8th century BC എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇലിയഡ് ഉൾക്കൊണ്ടിട്ടുള്ളത് ഏത് ഏജിലാണ്, ബ്രോൺസ് ഏജിൽ കേട്ടോ. ബ്രോൺസ് ഏജിലാണ് ഇലിയഡ് അല്ലെങ്കിൽ 8th century ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Man has not mentally evolved to curb his basic animal instinct like ego, arrogance, revenge, greed and inhuman animosity for others. എന്താണ്, man has not mentally evolved to curb his basic ആനിമൽ ഇൻസ്റ്റിക്ട്. എന്താണ്, മനുഷ്യനെ മെന്റലി ഇവോൾവ്, അതായത് നമുക്ക് മനുഷ്യന്മാർക്ക് മാനസികപരമായിട്ട് എന്താണ് വികാസം ഉണ്ടായിട്ടില്ല. എന്തിന്, ടു കേർബ് ഹിസ് ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, നമ്മളെ ബേസിക് ആനിമൽ ഇൻസ്റ്റിക്റ്റ് ആയിട്ടില്ല അതിനെ കേർബ് ചെയ്യുക, അതായത് നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക എന്നൊക്കെയാണ് കേർബ് എന്ന് പറഞ്ഞാൽ. ഇവോൾവ് ആണ് വികാസം, മെന്റലി വികാസം വന്നിട്ടില്ല. എന്ത്, നമ്മളെ ബേസിക് ആയിട്ടുള്ള അനിമൽ ഇൻസ്റ്റിങ്ക്റ്റുകളെ കേർബ് ചെയ്യുക, അതായത് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു വികാസം, മാനസികമായിട്ടുള്ള വികാസം കൈകൊണ്ടിട്ടുള്ള ആർക്ക് ഉണ്ടായിട്ടില്ല, ഇല്ല ആർക്ക്, മനുഷ്യന്മാർക്ക്. ഈ ബേസിക് അനിമൽ ഇൻസ്റ്റിങ്ക്റ്റുകൾ എന്തൊക്കെയാണ്, ലൈക്ക് ഈഗോ, arrogance, revenge, greed and inhuman animosity for others. മറ്റുള്ള ജനങ്ങളോടുള്ള അതേ ആൾക്കാരുടെ ഈഗോസ്, അഹംഭാവം, അരഗൻസ് ധിക്കാരം, റിവെഞ്ച് പ്രതികാരം, ഗ്രീഡ് അത്യാർത്തി, ഇൻഹ്യൂമൻ അനിമോസിറ്റി പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരോടുള്ള ഈ ഈഗോ, അരഗൻസ്, റിവെഞ്ച്, ഗ്രീഡ്, ഇൻഹ്യൂമൻ അനിമോസിറ്റി, ഇതൊക്കെ എന്താണ്, ബേസിക് അനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഈ ഒരു ബേസിക് അനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്ക്റ്റ് നമുക്ക് മനുഷ്യനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസിക വികാസം കൈവരിച്ചിട്ടില്ല എന്നാണ് ഹെക്ടർ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ദ ഇലിയാഡിക് വാർ ഷോസ് വാരിയേഴ്സ് ഓൺ എയ്തർ സൈഡ് ബിക്കം ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ. എന്താണ് ഇലിയാഡിക് വാർ, അതായത് ഇലിയഡിലെ വാർ, അതായത് ട്രോജൻ വാർ എന്താണ് ഷോ ചെയ്യുന്നത്, തുറന്ന് കാണിക്കുന്നത്, വാരിയേഴ്സ് ഓൺ എയ്തർ സൈഡ്
ബിക്കം ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ. അതായത് രണ്ട് സൈഡിലും വാരിയേഴ്സ് രണ്ട് സൈഡിലും എങ്ങനെയാണ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ, അതായത് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയില്ല ഏത് ഇതിൽ പെട്ട ആളാണ്, ഗ്രീക്ക് പെട്ടവരാണോ ട്രോജനിൽ പെട്ടവരാണോ എന്ന് രണ്ട് സൈഡിലെ ആൾക്കാരെ എന്താണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ് ദിറ്റ് ഷോസ് ദ സാഡ് സൈഡ് ഓഫ് വാർ. എന്താണ് അത് ഒരു വാറിൻ്റെ യുദ്ധത്തിലെ ഒരു സങ്കടപ്പെട്ട ഒരു ഭാഗത്തെയാണ് കാണിക്കുന്നത്. അത് ഷോസ് ദ സാഡ് സൈഡ് ഓഫ് ദ വാർ. എ ഗ്രീക്ക് ഓർ എ ട്രോജൻ ഇൻ ടുഡേ, ഗ്രീക്കോ അല്ലെങ്കിൽ ട്രോജനോ അല്ലെങ്കിൽ ഇൻ ടുഡേസ് കോണ്ടെക്സ്റ്റ്, നമ്മൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ആൻ ഇന്ത്യൻ ഓർ എ പാകിസ്ഥാൻ, ഇന്ത്യനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ, അതും അല്ലെങ്കിൽ എ ക്രിസ്ത്യൻ ഓർ എ ഹിന്ദു ആൻഡ് എ മുസ്ലിം എന്നാട്ടോ, സോറി കേട്ടോ, ആൻഡ് എ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ അല്ലെങ്കിൽ ഇന്ത്യനോ പാകിസ്ഥാനോ ഗ്രീക്കോ ട്രോജനോ ആരുമായാലും എന്താണ് ദേ ബിക്കം അലൈക്ക്. എന്താണ് അവരൊക്കെ എന്താണ് ഒരുപോലെയാണെന്നാണ് പറയുന്നത്. അലൈക്ക് ആൻഡ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ, അതായത് വേർതിരിച്ചറിയാൻ പറ്റില്ല. ഒരു ബാറ്റിൽ ഫീൽഡിൽ ഒരു ഗ്രീക്കുകാർ ഉണ്ടെങ്കിലും അതേപോലെ ട്രോജൻകാരുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കണ ഇന്ത്യക്കാരാരാന്നോ പാകിസ്ഥാനുകാരാണെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ഇതിൽ ആരാണെന്നെങ്കിലും എന്താണ് ദേ ബിക്കം അലൈക്ക്, അവരൊക്കെ എന്താണ് ഒരേപോലെയാണ്. ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ, തിരിച്ചറിയാൻ, അതായത് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റില്ല. ആൻഡ് ദർ ബ്ലഡ് മിങ്കിൾ, എന്താണ് ആ ഒരു യുദ്ധത്തിൽ കുറേ ബ്ലഡ് ഷെഡുകൾ ഉണ്ടാവും യുദ്ധം ചെയ്യുമ്പോൾ. അപ്പം ആ ഒരു ബ്ലഡ്, അതായത് ഗ്രീക്കുകാരുടെ ബ്ലഡ് ട്രോജൻകാരുമായിട്ടും കൂടിച്ചേരും. അതേപോലെ ഇന്ത്യനും പാകിസ്ഥാനും തമ്മിൽ അവരുടെ ബ്ലഡുകൾ കൂട്ടിച്ചേരും. ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദു ഇവരുടെയൊക്കെ ബ്ലഡ് എന്താണ് മിങ്കിൾ ചെയ്യും എന്നാണ് പറഞ്ഞത്. എ ലോസ്റ്റ് ഓഫ് വൺ ഹ്യൂമൻ ബീയിങ് ഈസ് ലോസ്റ്റ്. എന്താണ് ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് അത് നഷ്ടപ്പെട്ടാൽ അതെന്താണ് നഷ്ടപ്പെട്ടത് തന്നെയാണ്. ലോസ്റ്റ് ലൈഫ് കനോട്ട് ബി റീഗോട്ട്, അതായത് നഷ്ടപ്പെട്ട ഒരു ജീവിതം എന്താണ് നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതാണ് യുദ്ധത്തിന്റെ സാഡ് സൈഡുകളാണ് നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എന്താണ് ഇൻഡിസ്റ്റിങ്ക്യൂഷബിൾ ആണ് ബ്ലഡ്. ആര് മരിച്ചാലും എന്താണ് ബ്ലഡ് ഒന്നായിട്ട് മാറുകയാണ്. At last, the poem describes 1-to-1 fight and then discovered the number of Greek and Trojans are same. Impossible to distinguish two sides. എന്താണ് at last എന്താണ് ലാസ്റ്റ് ഈ പോയം ഡിസ്ക്രൈബ് ചെയ്യുന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ആരൊക്കെ ഈ ഗ്രീക്കിൽ എത്ര പേര് മരിച്ചു അതേപോലെ ട്രോജനിൽ എത്ര പേര് മരിച്ചു എന്നുള്ള കണക്കെടുക്കുമ്പോൾ എന്താണ് ദ നമ്പർ ഓഫ് ഗ്രീക്ക് ആൻഡ് ട്രോജൻസ് ആർ സെയിം. മരിച്ചവരുടെ ഗ്രീക്കുകാരിലും ട്രോജൻകാരിലും മരിച്ചവരുടെ എണ്ണം എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. ആൻഡ് ഇമ്പോസിബിൾ ടു ഡിസ്റ്റിങ്ക്യൂഷ് ടു സൈഡ്, രണ്ട് സൈഡിലെയും എന്താണ് കണക്കെടുത്ത് നോക്കുമ്പോൾ അതെന്താണ് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അവർക്ക് പറ്റണില്ല. അത്രയും സെയിം ഒരു ഈക്വൽ ലെവലിലാണ് അവർ രണ്ടുപേരും യുദ്ധം ചെയ്തിട്ടുള്ളതാണ് അതിനർത്ഥം. ടു ഇമ്പോർട്ടൻറ്റ് കില്ലിങ്, രണ്ട് നമ്മളെ ഈ ഇലിയഡ് അല്ലെങ്കിൽ ഈ ട്രോജൻ വാറിൽ എന്താണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊലപാതകങ്ങൾ മരണങ്ങൾ കാണാം. എങ്ങനെ ആരൊക്കെയാണ്? പെട്രോക്ലസ് ബൈ ഹെക്ടർ ആൻഡ് ഹെക്ടർ ബൈ അക്വിലസ്. പെട്രോക്ലസിനെ ഹെക്ടർ വധിച്ചതും അതേപോലെ അക്വിലസ് ഹെക്ടറിനെ കൊന്നതും ഒക്കെ എന്താണ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കില്ലിംഗ് ആണ്. ഇതിൽ ബാക്കിയുള്ളതും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നില്ല. അക്വിലസ് ഗ്രീഫ് turned into angry and decided to enter the battlefield to avenge his friend's death. എന്താണ് അക്വിലസ് ആദ്യം അദ്ദേഹത്തിന്റെ പ്രൗഡിനെ അല്ലെങ്കിൽ ഹോണറിനെ ഇൻസൾട്ട് ചെയ്തതുകൊണ്ട് എന്താണ് അക്വിലസ് ആ ബാറ്റിൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ എന്താണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ അതിലേക്ക്, അതായത് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പെട്രോക്ലസിനെ തനിക്ക് പകരം അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിടുകയാണ്. അങ്ങനെ എന്താണ് അദ്ദേഹത്തെ പെട്രോക്ലസിനെ ഹെക്ടർ കൊന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീഫ് അദ്ദേഹത്തിന് അത് വളരെയധികം സങ്കടമായി. ആ സങ്കടം എന്താണ് അക്വിലസിന്റെ ആ ഒരു സങ്കടം എന്തായി മാറി? ദേഷ്യമായി മാറി. ആൻഡ് ആ ഒരു ദേഷ്യം എന്താണ് അതാണ് പിന്നെയും അദ്ദേഹത്തെ ആ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ള കാരണം. അതായത് then he decides to enter the battlefield to avenge his friend's death. ഫ്രണ്ടിന്റെ ഡെത്തിനെ അവെഞ്ച് ചെയ്യാൻ, പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ബാറ്റിൽ ഫീൽഡിലേക്ക് വീണ്ടും റീ എൻറ്റർ ചെയ്യുന്നത്. എ യങ് ട്രോജൻ Lycan plead to spare his life to Achilles. Then he says about the equations of fate to him. എന്താണ്
അത് ഇത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ആ ഒരു കുറച്ച് ലൈൻസ് പ്ലീഡ് ചെയ്യുന്ന കുറച്ച്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കുറച്ച്, അക്കിലസ് പറയുന്ന അദ്ദേഹത്തോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് 31 അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ല. അത് എന്താണ്, ഫേറ്റിനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അക്കിലസ് ലൈക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രോജൻ യങ് മാന് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് പ്ലീഡ് ചെയ്യണം. പക്ഷെ അക്കിലസ് അപ്പം എന്താ പറഞ്ഞത്, അക്കിലസിന്റെ മുന്നിൽ ഹെക്ടർ മാത്രമല്ല എല്ലാ ട്രോജൻസും എന്താണ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ കൊന്ന ആ ഒരു കണക്കിലാണ് അദ്ദേഹം എല്ലാവരെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇക്വേഷൻ ഓഫ് ഫേറ്റ് വിധിയുടെ ആ ഒരു ഇക്വേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്, ലൈക്കാന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, കം ഫ്രണ്ട് യു ടു മസ്റ്റ് ഡൈ വൈ മോൺ അബൌട്ട് ഇറ്റ്. എന്താണ്, കം ഫ്രണ്ട് യു ടു മസ്റ്റ്, വാ സുഹൃത്തെ നീയും മരിക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. വൈ മോൺ അബൌട്ട്, എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് എന്ന് പറയണത്. അത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് അവനെയും കൊല്ലും എന്നാണ് അദ്ദേഹം ആ ഒരു ഇതിൽ പറയണത്. യു ടു മസ്റ്റ് ഡൈ, നീയും മരിക്കേണ്ട ആളാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിനെ കൊന്നതിന്റെ കാരണം എല്ലാ ട്രോജൻസും മരിക്കേണ്ടവരാണെന്നാണ് അക്കിലസ് പറയണത്. The God who intervene and direct the fortune of men are shown as immortal men. എന്താണ്, ഗോഡ്സ് ഇന്റർവെൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്റർ ചെയ്തിട്ടില്ല കാര്യങ്ങൾ, ഗോഡ് ഇടപെട്ടിട്ടുള്ള ആൾക്കാരും അതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഫോർച്യൂന് കൊടുത്തിട്ടുള്ള ആൾക്കാരും എന്താണ്, ആർ ഷോൺ ആസ് ഇമ്മോർട്ടൽ മാന്. ദൈവങ്ങൾ ഇടപെട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർച്യൂൺ കൊടുത്തിട്ടുള്ള ജനങ്ങൾ അല്ല മനുഷ്യന്മാരാണ് എന്ത്, ഇമ്മോർട്ടൽ ആയിട്ട്, അതായത് മരിക്കാത്തവരായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഈ ഒരു വാറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഹെക്ടർ ഈസ് കിൽഡ്, ഹെക്ടർ എന്താണ്, വധിക്കപ്പെട്ടു. ട്രോജൻസ് ആൻഡ് ദ ഏജ്ഡ് ഫാദർ പ്രിയം ഫീൽസ് ഹെർ ടേക്ക് ലൈക്ക് ദാറ്റ് അക്കിലസ് ഫീൽ ദ ലോസ് ഓഫ് പെട്രോക്ലസ്. ഹെക്ടർ മരിച്ചതോട് കൂടി എന്താണ്, ട്രോജൻകാരും, ഹെക്ടറാണ് ആ ട്രോജൻസിന്റെ ലീഡർ എന്ന് പറഞ്ഞത്. അദ്ദേഹം മരിച്ചതോടെ എന്താണ്, ട്രോജനുകാർക്കും അതേപോലെ ഏജ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയത്തിനും എന്താണ്, ഒരു ഹേർട്ടേക്ക്, ഹൃദയവേദന തോന്നുകയാണ്. ആൻഡ് ദാറ്റ് അക്കിലസ് ഫീൽസ് ദ ലോസ് ഓഫ് പെട്രോക്ലസ്. പെട്രോക്ലസിന് നഷ്ടപ്പെട്ടപ്പോൾ അക്കിലസിന് ഫീൽ ചെയ്ത അതേ ഒരു ഹേർട്ടേക്ക് ആർക്കൊക്കെ, ട്രോജൻസിനും, അതായത് ട്രോജൻസിനും ഏജ്ഡ് ഫാദർ, അദ്ദേഹത്തിന്റെ ഏജ്ഡ് ഫാദർ ആയിട്ടുള്ള പ്രിയത്തിനും ഫീൽ ചെയ്യാണ്. അക്കിലസ് ഷോസ് ആസ് എ റെലന്റ്ലെസ് ആൻഡ് മേഴ്സിലെസ് വേരി. എന്താണ്, അക്കിലസ് ഒരു റെലന്റ്ലെസ്സും മേഴ്സിലെസ്സും, ദയയില്ലാത്തതും ക്രൂരമായിട്ടുള്ള ഒരു വാരിയർ, യോദ്ധാവായിട്ടാണ് അദ്ദേഹത്തെ ഹോമർ ഇതിൽ ഡെപ്പിക്ട് ചെയ്യുന്നത്. പ്രിയംസ് supplication to Achilles to restore his son's body exemplifies the value of humanity and fellow feeling. എന്താണ്, പ്രിയം അതായത് ഹെക്ടറിന്റെ ഏജ്ഡ് ഫാദർ അക്കിലസിനോട് യാചിച്ച് പറയുകയാണ് എന്തിനെ, ടു റീസ്റ്റോർ ഹിസ് സൺസ് ബോഡി, സൺന്റെ മകന്റെ ബോഡി, അതായത് ഹെക്ടറിന്റെ ബോഡി തിരിച്ചു തരാൻ വേണ്ടി പ്രിയം അക്കിലസിനോട് യാചിക്കുകയാണ്. അതെന്താണ്, ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് ഹ്യൂമാനിറ്റി ആൻഡ് ഫെല്ലോ ഫീലിംഗ്. ഒരു ഹ്യൂമാനിറ്റിയുടെയും അതേപോലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ഫെല്ലോ ഫീലിംഗ് ആണ് അതെന്ത്, ഈ ആ ഒരു സീനിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് പ്രിയംസിന്റെ സപ്ലിക്കേഷൻസ് ഓഫ് അക്കിലസിനോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ടിയർഫുൾ ആയിട്ടുള്ള ആ ഒരു യാചനകള്, ഹൃദയം മുറിഞ്ഞിട്ടുള്ള ആ ഒരു യാചനകൾ എന്താണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. ദ വാല്യൂ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ ആ ഒരു വാല്യൂ ആണ് നമുക്ക് പ്രിയത്തിന്റെ ആ ഒരു സീനിൽ നമുക്ക് ഈലിയഡിൽ കാണാൻ കഴിയുന്നത്. പ്രിയംസ് ഹംബിൾ സപ്ലിക്കേഷൻസ് ഓഫ് ഹിസ് ഗെസ്റ്റർ ഓഫ് ടേക്കിംഗ് ആൻഡ് കിസ്സിംഗ് ഹിസ് സൺസ് സ്ലേയർ ഹാൻഡ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ ന്യൂ കൈൻഡ് ഓഫ് ഹീറോയിസം. എന്താണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ത് തരത്തിലുള്ള ഹീറോയിസ് ആണ്, പ്രതികാരത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ ഉള്ള ആ ഒരു ഹീറോയിസ് ആണ്. ആ യുദ്ധത്തിൽ ജയിക്കാൻ, മറ്റുള്ളവരെ കൊല്ലുക, അതിലുള്ള ഹീറോയിസ് ആണ് നമ്മൾ ഇത്രയും ഭാഗത്തിൽ കണ്ടത്. ഇനി പ്രിയം വന്നതുകൊണ്ട്, അതായത് ഹെക്ടറിന്റെ ഏജ്ഡ് ഫാദർ വന്നതോടുകൂടി വേറൊരു മോഡ് ഓഫ് ഹീറോയിസ് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ്, പ്രിയംസ് ഹംബിൾ സപ്ലിക്കേഷൻ ഓഫ് ഹിസ് ഗെസ്റ്റർ ഓഫ് ടേക്കിംഗ്, അത് അദ്ദേഹത്തിന്റെ ആ ഒരു ആൻഡ് കിസ്സിങ് ഹിസ് സണ്ണിനെ കൊന്ന, അതായത് സണ്ണിനെ കൊന്നത് അക്കിലസ് ആണല്ലോ, അക്കിലസിന്റെ കൈ എടുക്കുന്നതും എടുക്കുന്ന ആ ഒരു സീനും അതേപോലെ ആ കയ്യിൽ കിസ് ചെയ്യുന്ന ആ ഒരു സീനും ഒക്കെ എന്താണ്, എക്സാമ്പിൾ ഓഫ് എ ന്യൂ കൈൻഡ് ഓഫ് ഹീറോയിസ്. അതായത് ഒരു ന്യൂ കൈൻഡ് ഓഫ് ഹീറോയിസ് തങ്ങളുടെ എനിമീസിന്റെ അടുത്തേക്കാണ്, അതായത് മകനെ കൊന്നിട്ടുള്ള ആളുടെ അടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അത് ഒരു തരത്തിലൊരു ഹീറോയിസം തന്നെയാണ്, അല്ലേ, ഹീറോയിസ്. അതും പോരാ, അദ്ദേഹത്തിന്റെ കൈ എടുത്ത് കിസ് ചെയ്യുന്നത്, അതൊക്കെ എന്താ, ആ ഒരു സീൻ, ആ ഒരു ഗസ്റ്റേഴ്സ് ഒക്കെ എന്താണ്, ഇറ്റ് ഈസ് എ
ന്യൂ കൈൻഡ് ഓഫ് ഹീറോയിസം. ഇറ്റ് ഈസ് എ ഹീറോയിസം ഓഫ് ദ ബാറ്റിൽ ഫീൽഡ്. ഇതുവരെ ബാറ്റിൽ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഹീറോയിസം ആണ്. ഞാൻ പറഞ്ഞു യുദ്ധത്തിൽ ഉള്ള ആ ദേഷ്യം പകയും ആൾക്കാരെ കൊല്ലുന്നതും വിജയിക്കുന്നതും ഒരു ഹീറോയിസം ആണ്. അതല്ല, ഇതെന്താണ്, ഈ പ്രിയത്തിന്റെ ഈ ഒരു സീനുകൾ എന്താണ്, ഇറ്റ് ഈസ് ദ ഹീറോയിസം ഓഫ് ദ ബാറ്റിൽ ഫീൽഡ്. അതായത് ബാറ്റിൽ ഫീൽഡിന് അപ്പുറത്ത് അല്ലെങ്കിൽ ബാറ്റിൽ ഫീൽഡിന് പുറത്തുള്ള ഹീറോയിസം ആണ് ഈ പ്രിയത്തിന്റെ ഈ ഗസ്റ്റേഴ്സ് ഓഫ് ടേക്കിംഗ് ആൻഡ് കിസ്സിങ് ഹിസ് സൺസ്ലേയേഴ്സ് ഹാൻഡ് എന്ന് പറയുന്നത്. ആ ഒരു സീൻ എന്താണ്, ബാറ്റിൽ ഫീൽഡിന് പുറത്തുള്ള ഹീറോയിസത്തെയാണ് കാണിക്കുന്നത്. റെക്കഗ്നിഷൻ ഓഫ് ദ പവർ ഓഫ് ഹിസ് ഒപ്പോണന്റ്. എന്താണ് അതന്നെ, എന്താണ് ഒപ്പോണന്റ്, നമ്മളെ ട്രോജനിലുള്ള ആളാണ് പ്രിയത്തിന്റെ ഒപ്പോണന്റ് ആണ് ഗ്രീക്കിലുള്ള അക്വിലസ്. ആ ഒരു ഒപ്പോണന്റ് ആയിട്ടില്ല, നമ്മളെ എതിരാളിയായിട്ട് എന്താണ് പവറിനെയാണ് ഇതിൽ നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് കാണിച്ചു തരുന്നത്, അതായത് തിരിച്ച് കാണിച്ചു തരുന്നത്, തെളിച്ചു തരുന്നത്. പ്രിയം ഷെഡിങ് ഹിസ് ഈഗോ ഓഫ് ഹോണറിങ് ഹിസ് സൺ ഹു ഹാഡ് മെറ്റ് വിത്ത് എ ഹീറോയിക് എൻഡ്. എന്താണ്, പ്രിയം ഷെഡിങ് ഹിസ് ഈഗോ ഓഫ് ഹോണറിങ് ഹിസ് സൺ ഹു ഹാഡ് മെറ്റ് വിത്ത് എ ഹീറോയിക് എൻഡ്. എന്താണ് അദ്ദേഹം എന്താ പറയുന്നത്, പ്രിയം ഷെഡിങ് ഹിസ് ഈഗോ, അദ്ദേഹത്തിന്റെ ഈഗോനെ ഷെഡ് കരഞ്ഞ് കളയാണ് ഓഫ് ഹോണറിങ് ഹിസ് സൺ. അതായത് എന്താണ്, ഹിസ് സണ്ണിനെ ഹോണർ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈഗോ ഷെഡിങ് കളയാണ്. ആൻഡ് ഹു ഹാഡ് മെറ്റ് വിത്ത് ദ ഹീറോയിക് എൻഡ്. അദ്ദേഹം പറയുന്നത് എന്താണ്, അദ്ദേഹത്തിന്റെ മകൻ എന്താണ് ഒരു ഹീറോയിക് എൻഡ് തന്നെയാണ് നേരിട്ടിട്ടുള്ളത്. കാരണം അത്രയും നല്ലൊരു അക്വിലസ് എന്ന് പറഞ്ഞ അത്രയും നല്ലൊരു പോരാളിയുടെ കൂടെ യുദ്ധം ചെയ്ത് മരിച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇറ്റ് ഈസ് എൻ ഹീറോയിക് എൻഡ് ടു ഹിസ് സൺ ആണ്. ദ ടു ഫീൽ ആൻഡ് എക്സ്പീരിയൻസ് എ കോമൺ ഗ്രീഫ് ഓഫ് ഹ്യൂമൻ ലോസ്. എന്താണ്, രണ്ടുപേരും, അതായത് അക്വിലസും ഹെക്ടറിന്റെ ഫാദർ ആയിട്ടുള്ള പ്രിയോ എന്താണ് രണ്ടുപേരും എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത് എന്താണ്, കോമൺ ആയിട്ടുള്ള ഒരു സങ്കടമാണ്, കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത്, ഗ്രീഫ് ഓഫ് ഹ്യൂമൻ ലോസ്. അതായത് അവർക്ക് പ്രിയപ്പെട്ടവർ രണ്ടുപേർക്കും പ്രിയപ്പെട്ട ആൾക്കാരാണ് മരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ്, രണ്ടുപേരും ഫീൽ ചെയ്യുക എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണ്, കോമൺ ഗ്രീഫ്, കോമൺ ആയിട്ടുള്ള സങ്കടമാണ്. എന്താണ് അത്, ഹ്യൂമൻ ലോസ്. അക്വിലസ് ടേക്സ് പ്രിയംസ് ഹാൻഡ് ആൻഡ് ഇൻവൈറ്റിംഗ് ഹിം ഫോർ മീൽ. അക്വിലസ് എന്താണ്, ആ ഒരു സീനിന് ശേഷം നമുക്ക് എന്താണ് അക്വിലസിന്റെ സോഫ്റ്റ്വെയർ സൈഡ് കാണാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, അക്വിലസിനും ഒരു സങ്കടം അല്ലെങ്കിൽ ഒരു ദയയൊക്കെ തോന്നാൻ അദ്ദേഹത്തോട്. അക്വിലസ് ടേക്സ് പ്രിയംസ് ഹാൻഡ്. അക്വിലസ് പ്രിയത്തിന്റെ ഹാൻഡ് കൈ പിടിച്ചു. പിന്നെ എന്താണ്, ഒരു മീലിന്, ഒരു ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ആര്, അക്വിലസ് പ്രിയത്തിനെ ക്ഷണിക്കുകയാണ്. ദ ഓൾഡ് കിങ് ആൻഡ് ദ യങ് വാരിയർ വേർ സോൺ എനിമീസ് ആൻഡ് ദേ ബിക്കം ഫ്രണ്ട്. അതായത് ഓൾഡ് കിങ്ങും അതായത് പ്രിയമും ദ യങ് വാരിയർ അക്വിലസും രണ്ടുപേരും എന്താണ്, സോൺ എനിമീസ് ആണ്. അത് ആജന്മ ശത്രുക്കളെന്ന് പറയില്ല, അതാണ് ശത്രുക്കളായിരുന്നു. പക്ഷെ എന്താണ്, അവർ രണ്ടുപേരും ദേ ബിക്കം ഫ്രണ്ട്. അവർ രണ്ടുപേരും ഈ ഒരു സംഭവത്തിന് ശേഷം എന്താണ്, അതായത് പ്രിയത്തിന്റെ ബോഡിക്ക് വേണ്ടി പ്ലീഡ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം മുതൽ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലായി തുടങ്ങണം. രണ്ടുപേരും ഹ്യൂമൻ ലോസ് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ, രണ്ടുപേരും തുല്യ ദുഃഖിതരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവിലൂടെ തന്നെ എന്താണ്, അവർ രണ്ടുപേരും ബിക്കം ഫ്രണ്ട്, അവർ രണ്ടുപേരും ഫ്രണ്ടായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിലെ 3rd യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. 3rd യൂണിറ്റിലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യൂണിറ്റിൻ്റെയും സെക്കൻഡ് യൂണിറ്റിൻ്റെയും സെയിം റിപ്പീറ്റേഷൻ, ആ സ്റ്റോറിയിലുള്ള കാര്യങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞതിൽ. അതിൽ റിപ്പീറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണ്, ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ.